ഹലോ, ഞാൻ അമ്മയും കൂടെ ഒന്ന് കൊല്ലംകോട് പോവാണ്. കാരണം മാമന്റെ മോള് ഋതുമതി, അപ്പൊ അതിന് ചടങ്ങിന് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ കൊല്ലംകോട് എത്തി. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ അടുത്തൊന്നും ചിരിക്കാൻ പറഞ്ഞത് അപ്പുണ്ട് ദേ കലിപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. അതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ നേരെ ബേക്കറിയിൽ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ പാടത്തിന്റെ ഇടയിൽ കൂടെ നടന്ന് വേണം കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടേക്ക് റോഡൊന്നുമില്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പോകണം. നല്ല രസമായിരുന്നു കേട്ടോ മഴയത്ത് ഇങ്ങനെയൊക്കെ പോകാൻ. ആ കാണുന്ന വഴി കണ്ടോ, അതിലൂടെയാണ് ഞങ്ങളിപ്പോ നടന്നു വന്നോണ്ടിരുന്നത്. നമുക്ക് ഇനിയും പോകാനുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീടെത്തിയിരിക്കുന്നു. വീടെത്തിയപ്പോ ദേ ഉണ്ട് കുറെ കുട്ടിപ്പട്ടാളാണ്. അവർക്കിടയിൽ ദേ നിൽക്കുന്ന നമ്മുടെ കൊച്ച്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മഴയത്ത് വന്ന് കയറിയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായ അങ്ങ് കുടിച്ചു. ചായ കുടിച്ചിരിക്കുമ്പോഴേക്കും ദേ ഉണ്ട് നമ്മുടെ ഫുഡ് റെഡി. അങ്ങനെ ഫുഡ് കഴിച്ചു വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ പണ്ടത്തെ നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് രണ്ടെന്ന് പറഞ്ഞ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ നേരെ ഫോട്ടോത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അമ്മ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഒരു ഫോട്ടോ പോലും നല്ലത് കിട്ടില്ല. അത് കറക്റ്റ്. ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മറ്റേ പീച്ചിങ് ഒക്കെ ഉണ്ടല്ലോ, അത് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് പറിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഞങ്ങൾ വാങ്ങി. തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും പോകാനുള്ള തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കൊല്ലംകോട് വന്നിട്ട് ചിങ്ങഞ്ചിറയും താമരപ്പാടും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നേരെ ചിങ്ങഞ്ചിറയ്ക്ക് വിട്ടു. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം കേട്ടോ ചിങ്ങഞ്ചിറയ്ക്ക് പോണത്. അതും ഇന്നും തികച്ചും യാദർശികമായിട്ട് ഞാൻ പോയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി 2 കപ്പലണ്ടിയും വാങ്ങി. പിന്നെ നേരെ താമരപ്പാടത്തിലോട്ട് പോയി. കഴിഞ്ഞൊരു തവണ വന്നപ്പോൾ താമരപ്പാടത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ പ്രകൃതി സ്നേഹിക്കുന്നവർ മസ്റ്റേഡ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കൊല്ലംകോട്. അതിനിടയിൽ എന്റെ കടയിൽപ്പെട്ട 1 രൂപ ഉണ്ടായിരുന്നു. അതിനെ അനാഥയാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ എന്റെ പോക്കറ്റിൽ എടുത്തിട്ടു. കാരണം എന്താണ്, മനുഷ്യത്വം, വെറും മനുഷ്യത്വം. പിന്നെ ദേ അവിടുത്തെ കൊമ്പനെയും അവിടുത്തെ പൂക്കളെയും എല്ലാം അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ടാന്നല്ലേ, ഇനി നേരെ വീട്ടിലോട്ട് തന്നെയാണ്. അപ്പോൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.